I'd like to congratulate everybody who took part in the local body elections and gave a superb result for the Congress Party and the UDF. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിക്കും സമ്മാനിച്ച മുഴുവൻ പോരാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ ഞാൻ ഈ വേദിയിൽ നേരുന്നു. We had a superb performance at all levels: Gram Panchayat, Block Panchayat, District Panchayat, Municipality and Corporation. ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ചരിത്ര വിജയമാണ്, അതിഗംഭീര വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണി ഇത്തവണ നേടിയെടുത്തത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I'm especially happy that we have done well because the panchayats, the third tier of government, is the foundation of our democratic system. ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറയാണ് പഞ്ചായത്തുകൾ. ഈ തെരഞ്ഞെടുപ്പ് വിജയം ഏറ്റവും കൂടുതൽ ആഹ്ലാദം നൽകുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ വിജയം ഏറ്റവും നന്നായി കുറിക്കപ്പെട്ടിരിക്കുന്നത് ആ ഗ്രാമപഞ്ചായത്തുകളിലാണ് എന്നുള്ളത് പ്രത്യേക സന്തോഷം നൽകുന്നു. If we want to protect the constitution, if we want to ensure that the constitution survives, we have to protect the third tier of government, the panchayat, the nagarpalikas. ഭരണഘടന സംരക്ഷിക്കപ്പെടണമെങ്കിൽ, ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന്റെ മൂന്നാം ഘട്ടം, മൂന്നാം തൂണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൽ ഓരോരുത്തരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ആ സംവിധാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. And you must remember that the idea of the 73rd and 74th constitutional amendment was that of the Congress Party. ഈ ചരിത്ര മുഹൂർത്തത്തിൽ നാം ഓർക്കേണ്ടത് ഭരണഘടനയുടെ 73ഉം 74ഉം വരുന്ന പരിച്ഛേദങ്ങൾ, ആ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത്, ഭേദഗതികൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഓർക്കേണ്ടതാണ്. The foundation of the constitution is one man, one vote. And the idea is that every single Indian citizen should have voice in the running of our country. ഭരണഘടന ഏറ്റവും കരുത്തുറ്റ അടിത്തറ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക്, ഒരു പൗരന് ഒരു വോട്ട് എന്നുള്ള നിലയിലാണ്. ആ ഒരു വോട്ട് ഓരോ പൗരന്റെയും ശബ്ദമാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അനിവാര്യതയാണ്. If you look slightly deeply at the difference between the BJP, the RSS and us, the Congress Party, you will see that they stand for centralization of power and we stand for decentralization of power. RSSും BJPയും കോൺഗ്രസും തമ്മിലുള്ള ആശയപരമായ അന്തരം അത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RSSും BJPയും ഭരണ സംവിധാനങ്ങളുടെ അധികാരത്തിന്റെ കേന്ദ്രീകരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ വികേന്ദ്രീകരണം ലക്ഷ്യമാക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത്. They want compliance from the people of India. They do not want to hear the voice of the people of India. അവരുടെ ആശയങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു ജനതയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ജനതയുടെ ശബ്ദം കേൾക്കാനും കേൾപ്പിക്കാനുമല്ല RSS BJP ആശയങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. This morning, before this function, I went to an award ceremony for Mrs. Leelavati Teacher ji. ഇന്ന് കാലത്ത് ഈ പരിപാടിയിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാന്യയായ ആദരണീയായ ലീലാവതി ടീച്ചർക്ക് നൽകാനുള്ള ഒരു അവാർഡ് ചടങ്ങിലാണ് ഞാൻ പങ്കെടുത്തത്. 98 years old, gets up at 3 o'clock in the morning, reads and then writes her views. 98-ാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചർ പുലർച്ചെ 3 മണി എന്നുണ്ടെങ്കിൽ ആ സമയം എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ സമയം കണ്ടെത്തുന്നു. ആ സമയത്ത് എഴുന്നേറ്റ് അവരെഴുതാൻ തയ്യാറാവുന്നു. അവരുടെ കാഴ്ചപ്പാടുകളെ ഈ പൊതുസമൂഹവുമായി പങ്കുവെക്കുന്നു. One of many people who have defended the voice of Kerala, the voice of the आप देख रहे हैं लाइव न्यूज 19।
1999 राष्ट्र सबसे पहले